ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് മലയാളത്തിന്റെ 6ാം സീസണിനായി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ ലോഗോയും പ്രമോയുമൊക്കെ പുറത്തു വന്നത്. ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ ഷോ ആണെങ്കിലും ഈ ഷോ അവതരിപ്പിക്കുന്ന ലാലേട്ടനും ഒരുപാട് ഫാൻസ് ഉണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളുടെ റേറ്റിംഗ് നോക്കിയാൽ തന്നെ കൂടുതൽ പ്രേക്ഷകരും ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നതായി മനസ്സിലാക്കാം. മെന്റൽ ഗെയിമിനും ഫിസിക്കൽ ഗെയിമിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മത്സരാർത്ഥികളെ പ്രത്യേകം തിരഞ്ഞെടുക്കണമെന്ന് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മേക്കേഴ്സിനോട് ഒരു അപേക്ഷയുമുണ്ട്. അതുകൂടാതെ ഒറിജിനലായി നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് റിയലായി കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ആക്റ്റീവ് അല്ലാതെ കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ എടുത്ത് പുറത്തു കളയാൻ മേക്കേഴ്സ് ഒട്ടും അലംഭാവം കാണിക്കരുത് എന്നാണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന. ഓരോ സീസൺ തുടങ്ങുമ്പോഴും ഇത്തവണ മുതൽ ബി ഷോ കാണുന്നത് നിർത്തിയെന്ന് പ്രേക്ഷകർ ഒരുപാട് കമന്റുകളൊക്കെ രേഖപ്പെടുത്താറുണ്ടെങ്കിലും ഷോയുടെ അവസാനം വരെ എല്ലാവരും ഇത് കാണാറുണ്ട് എന്നത് തന്നെയാണ് സത്യം. കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു ഗെയിം സ്പിരിറ്റ് ഉള്ള പോലെ അവരുടെ ഫാൻസിന് ബിക്ക് പുറത്തും ഹരം കൊള്ളിക്കുന്ന ഗെയിം സ്പിരിറ്റ് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 100 ദിവസം പ്രേക്ഷകരും ഒരുപാട് ആസ്വദിക്കുന്നുമുണ്ട്. എല്ലാ സീസണിലും ഒരു നായകനും ഒരു വില്ലനും ഉണ്ടാകും. ഇത് ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ ബി ഷോ കാണാൻ പിന്നെ എന്താണ് ഒരു രസം? കഴിഞ്ഞ 5 സീസണുകളിലും തുടർന്നു വന്ന ഗെയിം പാറ്റേണുകളിലും രീതികളിലുമെല്ലാം എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരണമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗെയിമുകൾ മാറ്റാൻ ബി മേക്കേഴ്സിന് കഴിയണം എന്നാണ് ആരാധകർ പറയുന്നത്. ലവ് ട്രാക്കും ഫ്രണ്ട്ഷിപ്പ് ട്രാക്കുമെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ ഒരു വിഭാഗം ആരാധകർ എപ്പോഴും ഉണ്ടാകും. ടീനേജേഴ്സ് ആണ് ലവ് ട്രാക്കും ഫ്രണ്ട്ഷിപ്പ് ട്രാക്കും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടുക. ഫേക്ക് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസിന് ബിയിൽ നിന്നും പുറത്തു വന്നാലും ആ ചീത്തപ്പേര് മാറാൻ കുറച്ചൊന്ന് പ്രയാസപ്പെടേണ്ടി വരും. സേഫ് ഗെയിം കളിക്കുന്നവരെ ഇത്തവണയെങ്കിലും ബിയിൽ പിടിച്ചിടരുത് എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. നെഗറ്റീവായാലും പോസിറ്റീവായാലും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ ബിയിൽ തുടരാൻ അനുവദിക്കണം എന്നതും പ്രേക്ഷകരുടെ അഭ്യർത്ഥനയാണ്. ഇതുകൂടാതെ ഓപ്പൺ നോമിനേഷനൊപ്പം മറ്റു പല രീതിയിലുള്ള നോമിനേഷൻസ് കൂടി വേണം. നോമിനേഷന് പകരം എല്ലാ കണ്ടസ്റ്റൻസും ആദ്യ ആഴ്ച മുതൽ തന്നെ ലിസ്റ്റിൽ വരണം എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ സേഫ് ഗെയിമേഴ്സ് രക്ഷപ്പെടില്ല. പ്രേക്ഷകർക്ക് കറക്റ്റായി ആളുകൾക്ക് വോട്ട് ചെയ്യാനും പറ്റും. ഇനിയുള്ള സീസണിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി അധികാരങ്ങളൊക്കെ കൊടുക്കണം. എന്തായാലും സോഷ്യൽ മീഡിയയിലെങ്ങും പ്രഡിക്ഷൻ ലിസ്റ്റുകളും BB6നെ പറ്റിയുള്ള ചർച്ചകളുമെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ചെന്നൈ EVP ഫിലിം സിറ്റിയിലാണ് ബിയുടെ സെറ്റ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതിൽ ചെറിയൊരു ആശങ്കയും പ്രേക്ഷകർക്കുണ്ട്.